യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. അമ്മ സോനയുടെ നിർബന്ധത്തിന് വഴങ്ങി പോയതാ രഘുവേട്ടാ. അവള് ജോലിക്ക് പോകാൻ തുടങ്ങിയ പിന്നെയാ പുതിയൊരാളായി മാറിയത്. അമ്മയും സോന താമസിയാതെ മാറ്റിയെടുത്തോളും. അങ്ങനെ ഒരു മഹാത്ഭുതം സംഭവിച്ച അന്നാണ് ചേച്ചി രക്ഷപ്പെടും. കാക്ക ചിലപ്പോ മലന്ന് പറക്കും, അർദ്ധരാത്രി സൂര്യൻ ഉദിച്ചൂന്നും വരും. എന്നാലും സുശീലാന്റി മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കൊള്ളാലോ, എല്ലാരും വലിയ സന്തോഷത്തിലാണല്ലോ. ആ വിനയനോ, വാ വന്നിരിക്കെ. നീ തനിച്ചാണോ വന്നത്? അല്ല, ഓട്ടോ ഡ്രൈവർ കൂടെ ഉണ്ട്. എന്താ അയാളെയും കൂടി ഇങ്ങോട്ടേക്ക് വിളിക്കണോ? എനിക്ക് വേറെ ആരും ഇല്ലല്ലോ. എന്റെ ഭാര്യയും കുഞ്ഞുങ്ങളെയും നിങ്ങളെല്ലാവരും കൂടി ഇവിടെ പിടിച്ചു വെച്ചിരിക്കുവാണല്ലോ. വിനയ, ഇവിടെ ആരും ആരെയും പിടിച്ചു വെച്ചിട്ടില്ല. ചീരു ഇങ്ങോട്ടേക്ക് വന്നെന്താണെന്ന് നിനക്കറിയാലോ. ഇല്ല ഇല്ല, എനിക്കറിയില്ല. ഞാൻ അറിയാതെയാ അവൾ ഇങ്ങോട്ടേക്ക് വന്നത്. വിനയ, നമുക്ക് സമാധാനമായിട്ട് എല്ലാം സംസാരിക്കാം. നീ ഇങ്ങോട്ടിരിക്കേ. എടാ, നിന്നെ പോലെ ഭാര്യയും ഭാര്യ വീട്ടുകാരെയും സുഖിപ്പിച്ച് നടക്കുന്ന സ്വഭാവം എനിക്കില്ല. വിനയ, മാന്യോട്ട് സംസാരിക്കണം. ശബരി, നീ ഇപ്പോൾ ഉള്ളത് എന്റെ വീട്ടിലാ. എന്റെ വീടോ? നിനക്ക് സ്വന്തമായിട്ട് വീടൊക്കെ ഉണ്ടോടാ? ഇത് വാടക വീടല്ലേ? എന്നാ എനിക്ക് സ്വന്തമായിട്ട് വീടുണ്ട്. ആ വീട് വിട്ട് എന്റെ ഭാര്യ ഇവിടെ വന്ന് നിൽക്കുന്നത് എന്റെ മാജിക് എന്താണെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. എന്റെ ഭാര്യ മാത്രല്ല, നീയും അവളെ പോലെ ഭർത്താവിനെ വിട്ടിട്ടാണോ വന്നത് അനുപമേ? വിനയ, വായി തോന്നിയത് വിളിച്ചു പറയരുത്. ഞാൻ പറയുന്നതാണോ കുറ്റം? പെമ്മക്കളെ എല്ലാം അടുത്തിരുത്തി കഥ പറഞ്ഞ് രസിക്കാനാണെങ്കിൽ എന്തിനാ പിന്നെ അവരെയൊക്കെ കല്യാണം കഴിപ്പിച്ച് വിട്ടത്? ബാക്കിയുള്ളവർ കൂടി നാണം കെടുത്താനോ? നിനക്ക് എന്ത് നാണക്കേടാ ഞങ്ങൾ കാരണം ഉണ്ടായേ? നിന്റെ സ്വഭാവം കയ്യിലിരിപ്പും കാരണമല്ലേ ചീരും ഇങ്ങോട്ടേക്ക് വന്നത്. ഞാൻ എന്റെ കയ്യിലിരിപ്പ് കാട്ടുന്നത് എന്റെ ഭാര്യയോടാ. നീയോ? ഭർത്താവുമായി വഴക്കിട്ട് വരുന്ന ഭാര്യയുടെ അനിയത്തിമാരെ വീട്ടിൽ കയറ്റി താമസിപ്പിക്കുന്നതും അത്ര നല്ല കയ്യിലിരിപ്പൊന്നും അല്ല. തോന്നിയാസം പറഞ്ഞല്ലേ, വികലാംഗനാണെന്നൊന്നും ഞാൻ നോക്കില്ല. രഘുവേട്ട, വിട്, വഴക്കുണ്ടാക്കില്ലേ. എന്താ വിനയത്? കുറച്ചുകൂടെ മാനിയായിട്ട് സംസാരിച്ചോളൂ നിനക്ക്. എടാ, എന്നെ നീ സംസാരം ഒന്നും പഠിപ്പിക്കട്ടെ കേട്ടാ. നിന്റെയൊക്കെ മാന്യത ഞാൻ കാണുന്നുണ്ട്. ഇവളെയൊക്കെ തലയിലെടുത്ത് വെച്ച് നടക്കാൻ നാണമുണ്ടോ നിനക്ക്? വിനയ, മര്യാദയ്ക്ക് സംസാരിക്കണം. വലിയ മാഷ് വളർത്തിയ മക്കളാണത്രേ. സ്വന്തം ഭർത്താവിനെ മാനിക്കാൻ അറിയാത്ത വർഗം. വിനയ, പ്ലീസ് ഒന്നും മിണ്ടാതിരിക്കേ. ഇതൊക്കെ കണ്ടിട്ട് നീ മിണ്ടായിരുന്നാ മതി. എന്നെ കൊണ്ട് ഇതൊന്നും പറ്റില്ല. എനിക്കൊരു പെണ്ണിനെ കല്യാണം കഴിച്ച് തന്നിട്ടുണ്ടെങ്കിൽ അവൾ എന്റെ വീട്ടിലുണ്ടായിരിക്കണം, എന്റെ അടുത്ത്. അല്ലാതെ ഭർത്താവിന്റെ സമ്മതമില്ലാതെ മകളെ ജോലിക്കെന്നും പറഞ്ഞ് അഴിച്ചു വിട്ട് കാശുണ്ടാക്കുകയല്ല വേണ്ടത്. വിനയ, നീ എന്താ പറഞ്ഞേ? നീ ആരോടാ പറഞ്ഞേ? രഘു, വേണ്ട വേണ്ട, വിട്ടേക്ക്. രഘുവേട്ടൻ അടിക്കണ്ട. രഘു വേണ്ട. അവനെയൊക്കെ കൊല്ലുക വേണ്ടമ്മോ? അപ്പൊ പിന്നെ കാശുണ്ടാക്കാൻ വേണ്ടിയല്ല ജോലിക്ക് വിടുന്നത്. ഇതിവിടെ നിർത്തണം. കയ്യാങ്കളി വേണ്ട. നായേ, ഈ മനുഷ്യൻ എന്റെ ആരാന്നറിയോ? ഇദ്ദേഹത്തിന്റെ മകൾ എനിക്ക് ആരാന്നറിയോ? ഇതിനു മുമ്പ് പല കാര്യത്തിലും ഞാൻ നിന്നോട് ക്ഷമിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിന് നിനക്ക് മാപ്പില്ല. ഇതിന്റെ മുകളിൽ ഒരു വാക്ക് നീ ഇനി പറഞ്ഞ ഓർത്തോ, അത് നിന്റെ അവസാനത്തെ വാക്കായിരിക്കും. തീർത്ത് കളയും ഞാൻ. ഞാൻ എന്റെ ഭാര്യയെ തിരക്കി പോകുന്നിടത്തൊക്കെ എനിക്ക് കിട്ടുന്നത് ആട്ടോ അടിയോ. ജലങ്കയുടെ ഓഫീസിൽ നിന്ന് എന്നെ അടിച്ചിറക്കി. അത് ഞാനുമായിട്ട് ബന്ധമില്ലാത്തവരാണെന്ന് വിചാരിക്കാം. പക്ഷെ ഇപ്പൊ ബന്ധുക്കള് മാറി മാറി എന്നെ കൈവച്ചോണ്ടിരിക്കുക. ഇതൊന്നും വെറുതെ ആവലടാ.
എന്നെ പോലെ വടിയും കുത്തിപ്പിടിച്ച് നടക്കുന്നതിന്റെ തല്ലിയതിന് നിങ്ങളോടൊക്കെ ദൈവം ചോദിക്കും. ആരും വിനയനെ മനഃപൂർവ്വം അടിച്ചതൊന്നുമല്ലല്ലോ. അതിനുള്ള സാഹചര്യം നീ തന്നെ ഉണ്ടാക്കിയെടുത്തതല്ലേ. പോട്ടെ, ക്ഷമിക്കേ. നീ പോടാ. നീ ഒരാണാണ്. അരി ഭക്ഷണം കഴിക്കുന്ന ആർക്കെങ്കിലും ഇവനോടൊക്കെ ക്ഷമിക്കാൻ പറ്റുമോ? വേണ്ടെന്നല്ലേ പറഞ്ഞത്? എടാ, ഈ വീട്ടിൽ വരുന്ന ബന്ധുവിനെ തല്ലുന്നത് വലിയ മിടുക്കൊന്നുമല്ല. നീ നിന്റെ അമ്മാവനെയും മക്കളെയും മുഴുവനായിട്ടങ്ങ് ഏറ്റെടുത്തിരിക്കുവാണെന്നല്ലേ പറഞ്ഞത്. അതിന് അവര് തന്നെ നാളെ നിനക്കത് തിരിച്ചു തരും. നീ ഇന്ന് തന്നെ എന്റെ കൈ കൊണ്ട് ചാവും. ഇറങ്ങി പോടാ. നിന്നോടല്ലേ ഞാൻ പറഞ്ഞത്, വിട്. ഞാനും കൂടി ഇവന്റെ പുറകെ ഇപ്പൊ തന്നെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോണോ? നീ ചെല്ല്. ഡാ വിനയ, പോ ചെല്ല്. ആ മോളെവിടെ ശാരദേ? അവൾ ഇപ്പോഴാ സുശീല ഒന്ന് മയങ്ങിയത്. ഓ, നിങ്ങൾ അമ്പലത്തിൽ വഴിപാട് നടത്താൻ പോയിട്ട് എത്ര താമസിച്ചു? അല്ല അത് പിന്നെ അതെ, ഞങ്ങള് വരുന്ന വഴി ശ്യാമമോൾക്ക് വേണ്ടി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു ആന്റി. ദാ, ആന്റിക്കും ഉണ്ട് ചെറിയൊരു ഗിഫ്റ്റ്. അയ്യോ, എനിക്കോ? എന്താ മോളെ ഇത്? ഒരു സാരിയും കുറച്ച് സ്വീറ്റ്സും ആന്റി. ആ പിന്നെ എന്റെ സെലക്ഷൻ ആന്റിക്ക് ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല. ഇഷ്ടപ്പെടാതിരിക്കാൻ എന്താ? ഒരാള് മനസ്സറിഞ്ഞ് എന്തെങ്കിലും ഒന്ന് തരുന്ന തന്നെ സന്തോഷല്ലേ മോളെ? ശാരദയ്ക്ക് ഇത് നിധി കിട്ടിയതിന് തുല്യ. കാരണം എനിക്കിതുപോലെ സമ്മാനങ്ങൾ തരാനൊന്നും ആരുമില്ല മോളെ. എന്റെ സുശീലേ, നിനക്ക് ഈ മോളെ മരുമകളാക്കിയ പോരായിരുന്നോ? എന്തൊരു സ്നേഹമുള്ള കുട്ടിയെ ഇവള്. ആ എല്ലാവരും യോഗമല്ലേ ശാരദേ? എന്റെ മരുമകള് കാരണം ഞാനും ഇതുപോലെ പലതും അനുഭവിക്കണമെന്നാവും എന്റെ യോഗം. ആ അതും ശരിയാ. തല നമ്മുടേതാണെങ്കിലും തലയിലെടുത്ത് നമുക്ക് മായ്ക്കാൻ പറ്റില്ലല്ലോ. ആ എന്നാ ഞാനങ്ങോട്ട് ചെല്ലട്ടെ സുശീലേ. ഓ ശരി. എന്റെ കോഴിക്കുഞ്ഞുങ്ങളെ പരുന്ത് റാഞ്ചിക്കൊണ്ട് പോയോന്ന് അറിയില്ല. അല്ല ശാരദ പോയിട്ട് വരില്ലേ? നോക്കാം, അല്ലെങ്കിൽ നാളെ വരാം. ആ മോളെ, നമുക്ക് പിന്നെ കാണാം. നീ ഇനിയും വരില്ലേ? വരാം ആന്റി, നമുക്കേ തീർച്ചയായിട്ടും കാണാം. ആന്റി പോയിട്ടോ. ഓക്കെ മോളെ, ശരി. നിന്നെ ഞാൻ സമ്മതിച്ചു ഹർഷേ. ശാരദ ഇത്ര പെട്ടെന്ന് നീ കയ്യിലെടുക്കുന്നു ഞാൻ വിചാരിച്ചില്ല. അവര് നമ്മുടെ കൂടെ വേണം ആന്റി. എങ്കിലേ നമ്മുടെ പ്ലാനുകളുമായി നമുക്ക് തടസ്സം കൂടാതെ മുന്നോട്ട് പോകാൻ പറ്റും. നീ കേറി വാ. ശരിക്ക, ഞാൻ സമ്മതിച്ചു. ഇത്രയും നേരം നിങ്ങൾ സംസാരിച്ചു മുഴുവൻ ഞാൻ കേട്ടത്. പോവാം. തെറ്റ് എന്റെ ഭാഗത്താന്ന് അറിയാവുന്നതുകൊണ്ടാ. അല്ലല്ല, വണ്ടിക്കാരന്റെ കുഴപ്പമല്ലിക്ക. ലോഡ് അയക്കുന്നതിൽ എനിക്ക് പറ്റിയ പിഴവാ. നിങ്ങളുടെ ലോഡ് ഇപ്പൊ വന്നിട്ടുണ്ട്. അരമണിക്കൂർ കൊണ്ട് അതവിടെ എത്തും. ഇന്നലെ ഇറക്കിയത് ആ വണ്ടിയിൽ തിരിച്ചിങ്ങോട്ട് അയച്ചാൽ മതി. ശരിക്ക. ഓരോരോ തലവേദനകള്. അസീസിക്കാന്റെ പലചരക്കടയിലേക്ക് പോകേണ്ട ലോഡ് രമേശന്റെ കാറ്ററിംഗ് കമ്പനിയിലേക്കാണ് പോയത്. അവിടേക്കുള്ളത് അസീസിക്കാന്റെ കടയിലും കൊണ്ടിറക്കി. ഡ്രൈവർമാരോട് പറയുന്നതിൽ എനിക്ക് പറ്റിയൊരു പിശക.